ഹലോ, അപ്പം നമ്മൾ ചിമ്മിനി ഡാം പോവാണ്. അപ്പോൾ ഇത് ചിമ്മിനി ഡാമിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മുടെ ഡാമിൻ്റെ മുകളിലേക്ക് പോവാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് നല്ല കിടിലം വ്യൂ ആണ്. പക്ഷെ ഞങ്ങളെപ്പോലെ ആരും ഇവിടെ നട്ടുച്ചയ്ക്ക് വരാൻ നിൽക്കരുത്. അപ്പം നമുക്കിനി ഡാമിൻ്റെ താഴോട്ട് പോവാം. അവിടെ നല്ല വെയിലാണ്, നമുക്ക് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ അവിടെ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഉച്ചയ്ക്ക് 1 മണി ആയതുകൊണ്ട് അവരൊക്കെ ഫുഡ് കഴിക്കാൻ പോയ കാരണം കൊട്ടവഞ്ചിയിലും കയറാൻ പറ്റിയില്ല. അങ്ങനെ മൊത്തത്തിൽ നല്ല ദിവസമായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾക്ക് ആദ്യത്തെ സംഭവമല്ല, ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറ്റാറുണ്ട്. അപ്പോൾ എന്തായാലും വന്നു. അപ്പോൾ വെയിൽ കൊണ്ടായാലും എൻജോയ്മെൻറ്റ് അത് നോ കോംപ്രമൈസ്. അപ്പോൾ എൻജോയ്മെൻറ്റ് മാത്രമല്ല, ഫുഡും അതും നോ കോംപ്രമൈസാണ്. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി നേരെ ചൊക്കന വഴിയാണ് നമ്മൾ വീട്ടിലേക്ക് പോണേ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചൊക്കന വന്നപ്പോൾ വാവേനെ കൊണ്ടുവരാത്തതിൻ്റെ പേരിൽ അവളുടെ പോരുവിളി കേട്ടിട്ടാണ് നമ്മൾ ഈ ആഴ്ച ഇങ്ങോട്ട് വന്നത്. അവൾക്ക് മയിലിനെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ള വാശി കൊണ്ടാണ് നമ്മളിന്ന് ഇങ്ങോട്ട് വന്നത്. വീടിൻ്റെ അടുത്ത് റബ്ബറും തോട്ടം ഉണ്ടെങ്കിലും ഇവിടുത്തെ റബ്ബറും തോട്ടത്തിന് എന്തോ പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മുടെ വാവയുടെ മെയിൻ സ്പോട്ട് എത്തി. ഇവിടെ എപ്പോൾ വന്നാലും കുറേ നേരം അവൾ കുളിച്ച് മതിച്ചിട്ട് അവിടെ നിന്ന് പോവുള്ളൂ. കുളി കഴിഞ്ഞാൽ അവൾക്ക് വിശക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് കുളിക്കണേക്ക് മുമ്പ് ഞങ്ങൾ ബജ്ജി കഴിക്കാൻ പോവാണ്. അങ്ങനെ ബജ്ജിയൊക്കെ കഴിച്ച് നമ്മളിവിടുത്തെ തോട്ടിലിറങ്ങി. നിറച്ച് കല്ലുകളുള്ളൊരു നല്ല തോടാണിത്. അപ്പം ഇനി ഇവിടെ നിന്ന് ഇവളെ കയറ്റിക്കൊണ്ട് പോകലാണ് അടുത്ത ടാസ്ക്. ഒരു സിവിലുകാരി എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ കൺസ്ട്രക്ഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. അവയുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മളിവിടെ നിന്ന് പോവാണ്. വാവ ആക്ച്വലി മയിലിനെ കാണാനാണ് വന്നതെങ്കിലും അവൾക്ക് ഇന്ന് കുറേ കുരങ്ങന്മാരെയും കുറേ പുള്ളിമാനുകളെയും കാണാൻ പറ്റി. അതാണ് ഈ റൂട്ടിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ശരി,